ശ്രീ സദാനന്ദൻ മാസ്റ്ററാണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം മാസ്റ്റർ. മാസ്റ്റർ കേൾക്കാമോ? നമസ്തേ. നമസ്തേ. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി കൃത്യം ഒരു നാൾ മാത്രമേ ബാക്കിയുള്ളൂ. അയോധ്യ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ്. 5 നൂറ്റാണ്ട് കാലത്തെ വനവാസം അവസാനിപ്പിച്ച് ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങിയെത്തുന്നു. എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ സാംസ്കാരിക കേന്ദ്രമായി മാറാൻ അയോധ്യ തയ്യാറെടുത്തു കഴിഞ്ഞു. മാസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ആ ഒരു സന്തോഷാഭിമാനവും ഒക്കെ ജനം ടിവിയുമായി പങ്കുവയ്ക്കുന്നത്? അതെ, അവാച്യമായ ആനന്ദം അനുഭവിക്കുന്ന മുഹൂർത്തമാണ് എന്ന് തന്നെയാണ് ആദ്യം പറയാൻ സാധിക്കുക. കാരണം ദേശീയതയെ സ്നേഹിക്കുന്നവർക്ക്, ദേശീയ ബോധം ഉൾക്കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നവർക്ക്, അവരോട് ചേർന്ന് നിൽക്കുന്ന പൊതുസമൂഹത്തിനാകെയും വിവരണാതീതമായ സന്തോഷമാണ് ഈ അവസരത്തിൽ തോന്നുന്നത്. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ 5 നൂറ്റാണ്ട് കാലം ക്ഷമയോടെ കാത്തിരുന്നൊരു മുഹൂർത്തമാണ് വന്നണയുന്നത്. 24 മണിക്കൂറിന് ശേഷം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ 500 വർഷക്കാലത്തെ ക്ഷമയോടെയുള്ള, സഹനത്തോടെയുള്ള കാത്തിരിപ്പ് എന്ന് പറയാം. എന്നാൽ പോരാട്ടത്തിൻ്റെ ചരിത്രവുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി രാമക്ഷേത്രം എന്ന സ്വപ്നം, ഭാരതീയരുടെ സ്വപ്നം, ലോകമെമ്പാടുമുള്ള ഭാരതത്തെ സ്നേഹിക്കുന്നവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അതിൻ്റെ സന്തോഷവും ആഹ്ലാദവും നാടെങ്ങും അനുഭവപ്പെടുകയാണ്. നോക്കൂ, ജനങ്ങളിൽ എന്തെന്നില്ലാത്ത ആവേശം പ്രകടമാണിപ്പോൾ. പ്രായഭേദമില്ലാതെ, ഭാഷാവ്യത്യാസമില്ലാതെ, ജാതി മത വർഗ വർണ്ണ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാ ആളുകളും രാമനിലേക്ക് വന്നണയുകയാണ്. രാമമന്ത്രമാണ് ഇന്ന് ഭാരതത്തിൻ്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഇതിനൊക്കെയുള്ള കാരണം ഈ പറഞ്ഞതുപോലെ യഥാസമയത്ത് ദേശീയമായ ഉണർവ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചെടുക്കാൻ ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ പരിശ്രമിച്ചു എന്നതുകൊണ്ടാണ്. അതിൻ്റെ ഫലമായി ജനങ്ങളിൽ നിഷേധിക്കപ്പെടാൻ കഴിയാത്ത, മറ്റാരും ചോദ്യം ചെയ്യപ്പെടാൻ സാഹചര്യമില്ലാത്ത ഉദാത്തമായ ലക്ഷ്യബോധം രൂപപ്പെടുകയും ആ ലക്ഷ്യബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പ്രകടമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് നാളെ അയോധ്യയിൽ ഉച്ചനേരത്ത് ഏതാണ്ട് ഇതേ സമയത്ത് നടക്കാൻ പോകുന്ന മഹത്തായ കർമ്മം എന്നാണ് ആദ്യമേ തന്നെ പറയാൻ സാധിക്കുക. യെസ് മാസ്റ്റർ, ഈ 500 വർഷക്കാലത്തെ കാത്തിരിപ്പാണ്. ലവകുശന്മാർ പണിത ക്ഷേത്രം അധിനിവേശ ശക്തികളാൽ തകർക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം, ജനം ടി വി ആ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഈ സൂര്യവംശി ക്ഷത്രിയരുടെ ഒരു ഉഗ്രപ്രതിജ്ഞ ഉണ്ടല്ലോ, 500 വർഷമാണ്, ഒന്നും രണ്ടുമല്ല. അവർ തലപ്പാവ് ധരിക്കാതെ, തുകൽ ചെരുപ്പിടാതെ, കൂട ചൂടാതെ, വെയിലും മഴയും മഞ്ഞും ഒക്കെ ഏറ്റുകൊണ്ട് ആ ഒരു പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി ശബ്ദമെടുത്ത് അവരുടെ ആ ഒരു വ്രതം അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. മാത്രമല്ല എത്രയോ ബലിദാനികളുടെ ആ ഒരു ജീവിതം അവർ സമർപ്പിച്ച് അത് സാർത്ഥകമാകുന്ന നിമിഷമൊക്കെയാണ്. പക്ഷേ ഒറ്റപ്പെട്ട അവസരങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കത് എടുത്തു പറയേണ്ടി വരും. കാരണം രാമക്ഷേത്രത്തിൽ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി നടത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചില അവസരങ്ങൾ, രാമജ്യോതി തെളിയിക്കണമെന്ന് പറയുമ്പോഴും, മധുരം വിളമ്പണം, പ്രാർത്ഥന ചൊല്ലണം എന്നൊക്കെ പറയുമ്പോഴും അതിനെ കളിയാക്കുന്ന ചില സ്വരങ്ങൾ അതിങ്ങനെ നോക്കിക്കാണുന്നു. കാരണം ആ സ്വരങ്ങൾക്ക് നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യാനന്തരം 75 വർഷം കാത്തിരിക്കേണ്ടി വന്നതും ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ അവരോടുള്ള അടിമത്ത മനോഭാവം മാറാത്തത് കൂടി കൊണ്ടാണ്. കേരളത്തിൽ എന്തുകൊണ്ട് അത് അങ്ങനെ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ്. മാസ്റ്റർ എന്താണ് അതിനെക്കുറിച്ച് കരുതുന്നത്? അതെ, കേരളത്തിൽ പൊതുവെ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കണ്ടില്ലെങ്കിലാണ് അത്ഭുതം എന്ന് ഞാൻ പറയും. കാരണം കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിച്ച കുറേയധികം ചിന്താധാരകളുണ്ട്. ആ ചിന്താധാരകളെ വൈദേശികം എന്ന് നമുക്കാകെ ചേർത്ത് പറയാം. ഒന്നുകൂടി അതിനെ വിപുലീകരിക്കുകയാണെങ്കിൽ 3 വ്യത്യസ്ത ആശയഗതിക്കാരാണ് കേരളീയ മനസ്സിനെ പലപ്പോഴും സ്വാധീനിക്കുന്നത് എന്ന് കാണാൻ പ്രയാസമില്ല. ആ 3 വ്യത്യസ്ത ധാരകൾ ഏതൊക്കെയാണ്? 1 മാർക്സിയൻ ചിന്താധാര, 2 മൗദൂദിയൻ ചിന്താധാര, 3 നെഹ്റൂവിയൻ ചിന്താധാര. ഇത് വ്യത്യസ്ത ധാരകളാണെങ്കിലും സമാനതകൾ ഏറെയുണ്ട്. ഈ മൂന്ന് ചിന്താധാരകൾ വെച്ച് പുലർത്തുന്ന ആളുകളുടെയും പൊതുവായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഹൈന്ദവമായ സനാതനമായ
ഭാരതീയ സംസ്കൃതിയെ അപഹസിക്കുക, അവഹേളിക്കുക, അപമാനിക്കുക, അധിക്ഷേപിക്കുക, പറ്റുമെങ്കിൽ തകർക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ പറയുന്ന 3 ചിന്താധാരകൾ വെച്ച് പുലർത്തുന്ന ആളുകളും, അത് നെഹ്റുവിൻ്റെ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവർ നമുക്കറിയാമല്ലോ. ഇപ്പോൾ അയോധ്യയിലെ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നെഹ്റു വലിയ മതേതരവാദിയാണ്, നെഹ്റു വിശ്വമാനവനാണ്. അതുകൊണ്ട് 1948 അയോധ്യയിൽ രാമക്ഷേത്രത്തിനുള്ളിൽ രാംലല്ല വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു എന്ന് വാർത്ത കേട്ട ഉടനെ അവിടെയുള്ള ജില്ലാ കലക്ടറോട് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ആ വിഗ്രഹം എടുത്ത് സരയൂവിൽ എറിയൂ എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട് എന്ന് നെഹ്റുവിൻ്റെ മതേതരത്വത്തെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി നെഹ്റുവിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തെ അപഹസിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. രാംലല്ല വിഗ്രഹം അതെടുത്ത് സരയൂവിലേക്ക് എറിയൂ എന്ന് നെഹ്റു പറഞ്ഞു എന്നുള്ളത്. നെഹ്റുവിന് അതേ പറയാൻ സാധിക്കൂ. കാരണം അദ്ദേഹം തന്നെ സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഞാനൊരു അവിയൽ വ്യക്തിത്വത്തിനുടമയാണ് എന്ന് നെഹ്റു വെളിപ്പെടുത്തിയിട്ടുണ്ട്. നെഹ്റു എന്നുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, സ്വാതന്ത്ര്യ സമര സേനാനി ഒക്കെ ആയിട്ടുള്ള ആ ചരിത്ര പുരുഷനോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം സ്വയം വെളിപ്പെടുത്തിയത് ഞാനൊരു അവിയൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ ജന്മം കൊണ്ട് ഭാരതീയനാണ്, ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് പാശ്ചാത്യനാണ്, മതം കൊണ്ട് ഇസ്ലാമാണ്, അങ്ങനെ പലതരത്തിൽ അദ്ദേഹം സ്വയം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിനുടമയായ നെഹ്റു അദ്ദേഹം സരയൂവിലേക്ക് രാമവിഗ്രഹം എടുത്തെറിയാൻ ആവശ്യപ്പെടുന്നത് അതിശയകരമല്ല. കാരണം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ഭാരതത്തിൻ്റെ ദേശീയതയോട്, ദേശീയ സങ്കല്പങ്ങളോട് ഒരിക്കൽ പോലും ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ലാത്ത ആളാണ് നെഹ്റു. അതുകൊണ്ട് തന്നെ നെഹ്റുവിയൻ ചിന്താധാര വെച്ച് പുലർത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ നെഹ്റുവിയൻ സങ്കല്പം സ്വപ്നമായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ തീർച്ചയായും രാമക്ഷേത്ര പ്രസ്ഥാനത്തെ, രാമജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല തരം കിട്ടുമ്പോഴൊക്കെ അപഹസിക്കുകയും ചെയ്യും. 1. 2 മാർക്സിയൻ ചിന്താധാരയാണ്. മാർക്സിയൻ ചിന്താധാരയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് വിശകലനം ചെയ്യാൻ സാധിക്കുക? നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ കേട്ട ചില മുദ്രാവാക്യങ്ങളും ശീലുകളും ഒക്കെ ഉണ്ടല്ലോ. എന്താണ്, ക്ഷേത്രങ്ങൾ തകർത്ത് അവിടെയൊക്കെ മരച്ചീനി കൃഷി നടത്തണം, അങ്ങനെ ജനങ്ങളുടെ പട്ടിണി മാറ്റാം എന്ന് പറയുന്ന കൂട്ടരാണ്. രാമായണം ചുട്ടുകരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുരോഗമനം എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നവരാണ്. അതുപോലെ വിവേകാനന്ദ സ്വാമിജിക്ക് വിവേകാനന്ദപ്പാറയിൽ സ്മാരക മന്ദിരം ഉയർത്താൻ വേണ്ടി ദേശീയ ശക്തികൾ മുന്നോട്ട് വന്നപ്പോൾ ഭാരതത്തിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും ആ പരിശ്രമത്തിന്, ആ സംരംഭത്തിന് സാമ്പത്തിക സഹായം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്താ പറഞ്ഞത്? ഇത്തരമൊരു ബൂർഷ്വാ സന്യാസിക്ക് സ്മാരകം പണിയാൻ ചില്ലി കാശ് പോലും ഞാൻ തരില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ ദേശീയമായതെന്തിനേയും, ഹൈന്ദവമായതെന്തിനേയും, സനാതനമായതെന്തിനേയും, ഭാരതീയമായ എന്തിനേയും തകർക്കുക, അപഹസിക്കുക, അപമാനിക്കുക എന്നൊക്കെയാണ് അവരുടെ രീതി. അതുകൊണ്ട് അവരും സ്വാഭാവികമായും ഈ പറഞ്ഞതിൻ്റെ എല്ലാം പ്രതീകാത്മകമായ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് രാമജന്മഭൂമി പ്രസ്ഥാനത്തെ എതിർക്കും, രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കും, സ്വാഭാവികമാണ്. ഇനി മൗദൂദിയൻ കൂട്ടരെക്കുറിച്ച് പറയുകയാണെങ്കിലോ, മൗലാന മൗദൂദി എന്നറിയപ്പെടുന്ന ആള് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പലപ്പോഴും രാഷ്ട്രവിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തരത്തിൽ ആക്രാമികമായ ഒരു സങ്കല്പം ഇസ്ലാമിക വിശ്വാസികളായ യുവാക്കളിലേക്ക് പടർത്തിവിടാൻ മനഃപൂർവ്വം പരിശ്രമിച്ചിട്ടുള്ള ആളാണ് മൗലാന മൗദൂദി. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ എന്തിനേയും അന്ധമായി അനുകരിക്കുകയും ന്യായീകരിക്കുകയും ഇസ്ലാമിൻ്റെ പേരിൽ നടന്നിട്ടുള്ള ഏത് തരം രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങളെയും അത് വലിയ തോതിൽ പാടിപ്പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ മൗദൂദിയൻ ചിന്താധാര വെച്ച് പുലർത്തുന്ന ആളുകൾക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അയോധ്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുക? ബാബർ എന്ന് പറയുന്ന വിദേശ അക്രമി, പേർഷ്യയിലും മധ്യേഷ്യയിലുമൊക്കെ വലിയ സാമ്രാജ്യം സ്ഥാപിച്ച തിമൂർ വംശത്തിൽ, ആ പരമ്പരയിൽപ്പെട്ട ആളാണ് ബാബർ. നമുക്ക് ചരിത്രമൊക്കെ അറിയാവുന്നതാണല്ലോ. മംഗോളിയൻ വംശജനാണ്, തുർക്കോ മംഗോൾ വംശജൻ എന്നാണ് ബാബറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബാബർ
ജിഹാദ് നടത്താൻ വേണ്ടിയാണ് ഭാരതത്തിലേക്ക് വന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പടനായകൻ ബീർബാഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ജിഹാദ് നടത്താൻ വേണ്ടി ഭാരതത്തിലേക്ക് വരാൻ മറ്റൊരു പശ്ചാത്തലമുണ്ട്. ആ പ്രദേശത്ത്, അതായത് ഈ പറയുന്ന പേർഷ്യ, മധ്യേഷ്യ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഉസ്ബെക്കുകളുമായി യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുകയാണ്. ആ പരാജയത്തിലുള്ള ക്രോധം നമുക്കറിയാമല്ലോ, കാമം ക്രോധത്തെ ജനിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഉസ്ബെക്കുകളുമായി നടത്തിയ യുദ്ധത്തിൽ ബാബറുടെ കാമം നിഷേധിക്കപ്പെടുകയും അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുകയും അതിലൂടെ ക്രോധമുണ്ടാവുകയും ചെയ്യുന്നു. ആ ക്രോധത്തോടെയാണ് ബാബർ 1526 ഭാരതത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഭാരതത്തിലേക്ക് വരുമ്പോൾ തന്നെ എന്താ സംഭവിച്ചത്? അദ്ദേഹം വെറുതെ ഭാരതത്തിലേക്ക് വന്ന് ഇവിടെയുള്ള ഭാരതീയരായ ആളുകളോടൊക്കെ സൗഹൃദം സ്ഥാപിക്കുകയല്ല ചെയ്തത്. അന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന സൽത്തനത്ത് അല്ലെങ്കിൽ സുൽത്താനേറ്റ് അല്ലെങ്കിൽ സുൽത്തനത്ത്, ആ ഭരണകൂട സംവിധാനം അത് അന്ന് നയിച്ചിരുന്നത്, ഡൽഹി ഭരിച്ചിരുന്നത് ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസി തന്നെയായിരുന്നു. അദ്ദേഹവുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തെ നമ്മുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയ ഈ മുഗളന്മാരുടെ ഒരു പങ്കിനെ കുറിച്ച് നമുക്ക് ആഴത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. താങ്കൾ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്.